ഡിയർ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോമിൽ നടന്ന 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലെ 45ാമത്തെ ക്ലാസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൽ നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം തന്നെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 63ഓളം ക്ലാസ്സുകൾ ഇന്നേ ദിവസം വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൽ ലാസ്റ്റ് നമ്മൾ എടുത്ത പ്രോബ്ലം തന്നെ 2022 അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഈ ക്ലാസ്സുകളെല്ലാവരും കണ്ട് പഠിച്ചിട്ട് പോവുക. ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. സിലബസ് എന്ന് പറയുന്നത് 2019 മുതൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ 2022 വരെ നമുക്ക് ബാധകമായിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. മൊഡ്യൂൾ 1 നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അതുപോലുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൂടാതെ മൊഡ്യൂൾ 3 ഉണ്ട് ലേബറും ഓവർഹെഡും. കൂടാതെ മൊഡ്യൂൾ 5 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് അതിലാണ് വരുന്നത്. ഇനി നമുക്ക് സർവീസ് കോസ്റ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ് വരിക. കൂടാതെ നമുക്ക് ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൂടി നമുക്ക് മൊഡ്യൂളിൽ നമുക്ക് ഈ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നമുക്ക് സ്പീഡിൽ കവർ ചെയ്യാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു മാക്സിമം സപ്പോർട്ട് ഈ ഒരു ക്ലാസ്സുകൾക്ക് നൽകുക. അതനുസരിച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ സ്പീഡും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനീഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ICMA ഇംഗ്ലണ്ടിൻ്റെ ഡെഫിനീഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഫിനേഷൻസ് 1-2 ഡെഫിനേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഡെഫിനേഷനാണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് സ്റ്റോഴ്സ് റിക്വസിഷൻ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സ്റ്റോഴ്സ് റിക്വസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ അധികാരപ്പെടുത്തുന്ന ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് സ്റ്റോഴ്സ് റിക്വസിഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോസ്റ്റ് സെൻറ്റർ എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആകാം, പേഴ്സൺ ആകാം. അതിൻ്റെ ബേസിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയും കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി കോസ്റ്റ് നിർണ്ണയിക്കുന്ന ഇത്തരത്തിലുള്ള പേഴ്സൺ, ലൊക്കേഷൻ, അതിനൊക്കെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റോഴ്സ് റിക്വസിഷൻ നമ്മൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഐഡിയൽ ടൈം എന്നുള്ളതായിരുന്നു. ലേബർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇറ്റ് ഈസ് ദാറ്റ് ടൈം ഫോർ വിച്ച് പേയ്മെൻറ്റ് മെയ്ഡ് ബട്ട് നോട്ട് ഡയറക്റ്റ് പ്രൊഡക്ഷൻ ഓർ ബെനിഫിറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിന്മേൽ പ്രൊഡക്ഷൻ കിട്ടാത്ത, അതായത് എംപ്ലോയീസ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തെയാണ് നമ്മൾ ഐഡിയൽ ടൈം എന്നൊക്കെ പറയുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സെമി വേരിയബിൾ ഓവർഹെഡ് എന്താണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് വിച്ച് വൺ പാർട്ട് റിമെയിൻസ് ഫിക്സഡ് അപ് ടു എ ഗിവൺ റേഞ്ച്. ഒരു നിശ്ചിത പരിധി വരെ അതിൻ്റെ സെമി വേരിയബിൾ ഓവർഹെഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഒരു നിശ്ചിത പരിധിക്ക് ശേഷം അത് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ അല്ലെങ്കിലും അതിൽ ചേഞ്ച് വരുന്നുണ്ട്. അത്തരത്തിലുള്ള വേരിയബിൾ ഓവർഹെഡ്, അതിനെയാണ് നമ്മൾ സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് മെഷീൻ കോസ്റ്റ് എന്നുള്ളതായിരുന്നു. മെഷീൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദി വേരിയബിൾ എക്സ്പെൻസ് ഓഫ് റണ്ണിങ് ദ മെഷീൻ. ഒരു മെഷീൻ റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയബിൾ എക്സ്പെൻസ് ആണ്. അതിൽ കോസ്റ്റ് ഓഫ് പവർ, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷന് അതെല്ലാം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എസ്കലേഷൻ ക്ലോസ് എന്താണെന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. എസ്കലേഷൻ ക്ലോസ്, വാട്ട് ഈസ് എസ്കലേഷൻ? നമ്മൾ എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസൊക്കെ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതായത് ഒരു നിശ്ചിത പരിധിക്ക് ശേഷം കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് ഉയരുന്നതാണ്. കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയലിലൊക്കെ ഉണ്ടാകുന്ന വർധനവനുസരിച്ച് കോൺട്രാക്ട് പ്രൈസിൽ മാറ്റം വരാവുന്നതാണെന്നുള്ള ആ ഒരു കോൺട്രാക്റ്റിലെ ക്ലോസിനെയാണ് നമ്മൾ എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അടുത്തത് മാസ്റ്റർ ബഡ്ജറ്റ് എന്തായിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ സമ്മറി ബഡ്ജറ്റ് വിച്ച് ഇൻകോർപ്പറേറ്റ്സ് ഓൾ ദി ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ഇൻ എ ക്യാപ്സ്യൂൾ ഫോം ആൻഡ് ഷോസ് ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ബഡ്ജറ്റ് പീരീഡ്. അപ്പോൾ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും, സെയിൽസ് ബഡ്ജറ്റ്, ഫിനാൻസ് ബഡ്ജറ്റ്, അപ്പോൾ അതെല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഫോമിലുള്ള സമ്മറി ബഡ്ജറ്റിനെയാണ് നമ്മൾ
മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് നോർമൽ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിൽ നമ്മൾ നിശ്ചയിക്കുന്ന സ്റ്റാൻഡേർഡാണ്. അത് നോർമൽ കണ്ടീഷൻസിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡിനെയാണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുക. ഇനി വാട്ട് ഈസ് റീടെൻഷൻ മണി എന്തെന്നുള്ളതിന് ചോദ്യം, അത് കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. വർക്ക് സർട്ടിഫൈഡിൻ്റെ ഒരു നിശ്ചിത തുക റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള തുക മാത്രമേ കോൺട്രാക്റ്റിക്ക് നൽകുന്നുള്ളൂ. അതായത് പിന്നീട് എന്തെങ്കിലും വർക്കിൽ ഡിഫക്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന തുകയാണ് റീടെൻഷൻ മണി. അടുത്തത് വാട്ട് ഈസ് നോഷണൽ പ്രോഫിറ്റ് എന്നുള്ളതായിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിലാണ് നോഷണൽ പ്രോഫിറ്റ് വരിക അല്ലേ. അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കോൺട്രാക്റ്റുകളിൽ ഓരോ വർഷത്തിൻ്റെ അവസാനം നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരിക്കും. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കൂടി ചേരുന്നതാണ് വർക്ക് ഇൻ സർട്ടിഫൈഡ് അല്ലേ, വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസും ഒപ്പം തന്നെ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കിൻ്റെ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മളിവിടെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിനെ, താൽക്കാലികമായിട്ട് നമ്മൾ കരുതുന്ന ആ ഒരു പ്രോഫിറ്റിനെ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി വാട്ട് ഈസ് അബ്നോർമൽ ഗെയിൻ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അബ്നോർമൽ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ് കോസ്റ്റിങ്ങിലുള്ളതാണ് അല്ലേ. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ലോസിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അബ്നോർമൽ ഗെയിൻ ഉണ്ടെന്ന് പറയാം. ഇനി സ്ക്രാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും നോർമൽ ലോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു നോർമൽ ലോസ് ഉണ്ടാകുന്ന യൂണിറ്റിനെ നമുക്ക് ചെറിയ വിലയ്ക്ക് നമ്മൾ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ സ്ക്രാപ്പ് എന്ന് പറയാം. ഇനി ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ഓഫ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് മിനിമം ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുക. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ക്ലാസ് ആയിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഓഫേർഡ് ടു വർക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് സബ്സിഡീസ്, പാർട്ടിസിപ്പേഷൻ, റിക്രിയേഷൻ. നേരിട്ട് ക്യാഷായിട്ട് കൊടുക്കാതെ എംപ്ലോയീസിന് സബ്സിഡി ആയിട്ട് റിക്രിയേഷൻ ഫെസിലിറ്റി, ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ബെനിഫിറ്റിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കുക. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്. നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇത്രയും പഠിച്ചതാണ് അല്ലേ. നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്ലാസ് നമ്പർ 49 നമുക്ക് ഇതിനുവേണ്ടി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്, അത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ്. ആ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ല, പിന്നീട് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഇത്രയും കാര്യങ്ങളാണ്, അത് നിങ്ങൾക്ക് നോക്കി പഠിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് 18ാമത്തെ, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ദി പർച്ചേസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന സ്റ്റെപ്പുകളാണ് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് അബ്സോർബ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഉൾപ്പെടെ പഠിച്ചിരിക്കുന്നതാണ്, മെഷീൻ അവർ റേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇനി ഈ EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോബ്ലമാണ്. അതിന് വേണ്ട ഇത്തരത്തിലുള്ള ഒരു ചാപ്റ്റർ, ഒരു ക്ലാസ് നമ്മൾ വീഡിയോ ക്ലാസ് കൃത്യമായിട്ട് കൂടുതൽ പ്രോബ്ലംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടുപഠിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ, EOQ കണ്ടുപിടിക്കാനുള്ള ആൻസർ നിങ്ങളതനുസരിച്ച് ചെയ്ത് നോക്കുക. 2400 യൂണിറ്റാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ലഭിക്കുക. ഇനി ഇവർ 21ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് 21ാമത്തത്. അതിൻ്റെ ആ ഒരു ആൻസറും നിങ്ങളൊന്ന് ചെയ്തിരിക്കുന്നത് നോക്കി മനസ്സിലാക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഡയറക്റ്റ് വേജസ്, ലേബർ, മെഷീൻ അവർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അബ്സോർപ്ഷൻ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓവർഹെഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെഷീൻ അവേഴ്സും ലേബർ അവേഴ്സും അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഈ തന്നിരിക്കുന്ന ആൻസറുമായിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ആ ക്ലാസ്സുകൾ കാണുക, അതിനുശേഷം ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. കിട്ടുന്ന ഉത്തരം ഇത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ട്രക്ക് സ്റ്റാർട്ട് വിത്ത് ലോഡ് ഓഫ് 10 tons ഓഫ് ഗുഡ്സ് ഫ്രം സ്റ്റേഷൻ ബി അല്ലേ. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊമേഴ്സ്യൽ ടൺ കിലോമീറ്ററും അബ്സൊല്യൂട്ട് ടൺ കിലോമീറ്ററും അത് കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കുക, അത് ചെയ്ത് പഠിക്കുക. അടുത്തത് നമുക്ക് essay ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വാട്ട് ഈസ് കോസ്റ്റിംഗ്, വാട്ട് ആർ ദി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ക്ലാസ് നമ്പർ 9 നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റിംഗ് ഈസ് ദി ടെക്നിക്, കോസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ മെത്തേഡ്സും ടെക്നിക്സും തരംതിരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ക്ലാസ് കണ്ടു, അത് മനസ്സിലാക്കി വെക്കുക. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ ദി ഇൻസ്റ്റലേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷനിൽ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റൽ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ളതാണ്. നമ്മുടെ സിലബസിൽ നേരിട്ട് ചോദിക്കാത്ത പറയാത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത്തരം പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ടെക്നിക്കൽ ആസ്പെക്ട്, ലേഔട്ട് ആസ്പെക്ട്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം സിലബസിൽ അത് നേരിട്ട് അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പിന്നെ പല ടെക്സ്റ്റിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിലാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുമില്ല. ഏതായാലും നിങ്ങളത് ഗൂഗിൾ ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്കൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, അത് നമുക്ക് പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആൻഡ് നോർമൽ ലോസ് അക്കൗണ്ട്. നമ്മൾ ക്ലാസ് നമ്പർ 63 ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ക്ലാസ്സിൽ ഇതേ രീതിയിലുള്ള അബ്നോർമൽ ഗെയിനും നോർമൽ ലോസും ഉൾപ്പെടുന്ന പ്രോബ്ലമാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ ഐറ്റം ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോകും. അതുകൊണ്ട് ഈ ക്ലാസ് നമ്പർ 63 കാണുക, നിങ്ങളത് പഠിക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കോൺട്രാക്ട് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ക്ലാസ് നമ്പർ 50 നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ്. വർക്ക് സർട്ടിഫൈഡ് നേരിട്ട് എമൗണ്ട് പറഞ്ഞിട്ടില്ല, 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് 6 lakhs ആണ്, വിച്ച് ഇസ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ 50ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനോട് ചെയ്തിരിക്കുന്നത് നോക്കുക. വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് നമ്മൾ 7,50,000 കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 6 ലക്ഷം എന്ന് പറയുന്നത് 80%. 6 ലക്ഷം ഇൻറ്റു 6 ലക്ഷം ഡിവൈഡ് ബൈ 80 × 100 എന്ന് പറഞ്ഞുകൊണ്ട് 7,50,000 കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോഷണൽ പ്രോഫിറ്റ് 1,92,000 കിട്ടി. ഇനി നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്കും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ റിസർവിലേക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ ബേസിലാണ്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കിവിടെ 7,50,000 അതായത് വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ് ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 50% കിട്ടും 50% എന്ന് പറയുന്നത് 50% മോറും 90% താഴെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നതാണ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് അപ്പോൾ നമുക്ക് 1,05,600 കിട്ടും. ബാക്കിയുള്ളത് 92,400 നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദ്യപേപ്പർ ഞാൻ പറഞ്ഞ പോലെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതായാലും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ തുടരുന്നതാണ്. പറഞ്ഞ എല്ലാവരും ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്ലാസ്സൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്